ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിലോട്ട് വന്നു. ഇന്ന് രാവിലെ വരുന്നത് നമ്മളെ ചാർജർ ഇന്നുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ BYDയുടെ ചാർജർ അവർ രാവിലെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാർജർ കുത്തിയിട്ടു, ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ, അപ്പം ഇനി വീട്ടിൽ കുത്തിയിടാം. വീട്ടിൽ കുത്തിയിടുന്നതാണ് ലാഭം കേട്ടോ. ഓക്കെ ഫൈൻ, ഇതെടുക്കുക, എന്നിട്ട് തിരിച്ച് ഇവിടെ തന്നെ കുത്തി വെക്കുക, ലോക്കാം. ഈ EV ഒന്ന് പഠിച്ച് വരണം കേട്ടോ. നമ്മളിത് ഇതായിട്ടൊന്ന് യൂസ്ഡ് ആവണം. നമ്മൾ ഇത്രയും നാൾ ഈ പെട്രോളും ഡീസലും വണ്ടി ഉപയോഗിച്ചണക്കല്ല, കുറച്ചൊന്ന് യൂസ്ഡ് ആവണം. കാരണം നമുക്ക് എങ്ങോട്ടേക്ക് ട്രിപ്പ് പോകുന്നെങ്കിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകണം, ഇല്ലെങ്കിൽ വഴി കിടക്കുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് വഴി കിടക്കില്ല കേട്ടോ, കാരണം ഇത് നല്ല റേഞ്ചുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് അത്യാവശ്യം 520 കിലോമീറ്റർ 520 കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഡ്രൈവ് അനുസരിച്ച് എനിക്ക് 450 500 അടുപ്പിച്ചിട്ട് 480 എന്തായാലും കിട്ടും. ഇതിനോട് ചേർത്താട്ടോ വെച്ചേക്കുന്നത്. നമുക്കുള്ള സ്ഥലങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ആക്കാൻ നോക്കുക. എന്തായാലും ഈ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനും അതിൻ്റെ അടുപ്പിച്ചുള്ള വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ വണ്ടി ഇതിൻ്റെ ഡോറൊക്കെ ഭയങ്കര ഹെവിയാണ്. നിങ്ങൾക്ക് ആ ഒരു സോളിഡാണ്, ഭയങ്കര സോളിഡാണ്. അത് എനിക്കൊന്ന് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ഇറങ്ങുന്ന വണ്ടിയല്ലേ, അപ്പോൾ അവരങ്ങനെ ഇറക്കത്തുള്ളൂ. അപ്പം പോവാം. വണ്ടി കയറുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. പുഷ് സ്റ്റാർട്ട് പോലും ചെയ്യേണ്ട, കയറി കീ കൊണ്ട് അകത്ത് കയറുമ്പോഴേ വണ്ടി സ്റ്റാർട്ട് ആവും. അതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഓൺ ആക്കാം. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് കീല് തന്നെ ഈ ഇതിനകത്ത് 2 വട്ടം ഞെക്കുമ്പം ഓൾ വിൻഡോ റോൾ ഡൗൺ ചെയ്യുന്നതും റോൾ അപ്പ് ചെയ്യുന്നതും എല്ലാം ഈ കീല് തന്നെ നമുക്ക് ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഇത് ഭയങ്കര ഈസി. നമ്മൾ ടാബ് പോലെ ഗൈസ്, കണ്ടോ, ടാബ് പോലെ തഞ്ചാവൂർ സ്റ്റൈൽ മീൽ ഗൈസ്. ആദ്യം വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? കൈ സാനിറ്റൈസ് ചെയ്യണം. അതെ, ഇനി നമ്മളിത് വീട്ടിൽ 2-3 വാങ്ങിച്ചു വെക്കണം. ഹാളില് റൂമില്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് എണീറ്റത്? ഞാൻ ഉണർന്നു കിടന്നു. ഇവ അനങ്ങാതെ കിടന്നു. ഡോക്ടർമാര് മരുന്ന് എടുക്കാനെല്ലാം വന്നപ്പോഴും കുഞ്ഞ് രാത്രി താമസിച്ചല്ലേ ഉറങ്ങിയേ. അതിൽ ഈ ആന്റിബയോട്ടിക് കൊടുക്കുന്നതിന്റെ ക്ഷീണം ഉണ്ടല്ലോ, അവ ഉറങ്ങിയാലേ ഉഷാറാവത്തുള്ളൂ. അപ്പൊ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. വിളിച്ചങ്ങനെ ഞങ്ങള് വിളിച്ചു. എത്ര ദിവസത്തിന് ശേഷം ആകുമ്പോ വിളിക്കുന്നില്ലേ? സ്വസ്ഥത കാണോ? തുടച്ചെടുക്കത്തേ ഉള്ളായിരുന്നു. ഞാൻ താലി അതൊന്ന് കെട്ടിയതല്ലേ, അതിൻ്റെതായി കാണുന്നേ. കിട്ടിയില്ലേ? അത് ഞാൻ പൊന്നും കൂടെ ആയോണ്ടല്ലേ. പട്ടിക്ക് പേരിടണ്ടേ? അതാ ഞാൻ ആലോചിച്ചേ. പേരിടുമ്പോ പട്ടിക്കുട്ടിക്ക് ബബോണ് ബബോ ഇടണോ? ബബോ. ഏട്ടൻ പറയ പേര്. രവി. എവിടെ പൊത്തി പിടിച്ചേക്കുന്നത്? പട്ടി അങ്ങോട്ട് വന്നപ്പോ അവിടെ കൈവച്ച് പറഞ്ഞത്. രാവിലെ വന്ന ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ഡള്ളാണല്ലോ ഫേസ്, അത് ഉറങ്ങി എഴുന്നേറ്റിരിക്കുവായിരുന്നു. ഹീമോഗ്ലോബിനൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചു. പിന്നെ റിസൾട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നോർമലാണ്. അവന്റെ ഏജിന് മാസത്തിനനുസരിച്ച് നോർമലാണ്. അവ ആവെങ്കിൽ അങ്ങനെ വലിയ നിർബന്ധം വഴക്കുമില്ല. യോ, മറ്റേത് എന്നെ താത്തി ഇരുത്തൂലായിരുന്നു. ഓ, കിടത്തിയിട്ട് അങ്ങനെ നോക്കുന്നത്. ഇവരൊക്കെ പനിയായി ഗൈസ്. അപ്പൊ താഴെ വന്ന് ഇപ്പൊ നമ്മൾ എമർജൻസി പോയി അവർക്ക് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇതിനൊരു മോചനം കിട്ടുന്നില്ലല്ലോ ഈ പനിന്ന്. നിനക്കാരാ പനി തന്നത്? ഏടാ, നീയാണോ അമ്മക്ക് പണി കൊടുത്തേ? ആര് ആശുപത്രി നീ ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്യുന്നേ? വല്ല കഞ്ഞിയും കൂടി ഇല്ലേ? അഹങ്കാരികൾ. ഫ്രൈഡ് റൈസിന്റെ കൂടെ ഞാൻ കഴിക്കുന്ന കോംബോയാ പയറ്. പ്രോട്ടീൻ റൈസ്. അമ്മയ്ക്ക് എന്തിനാണ് ദോശ സാമ്പാർ. നാളെ പോവാ, നാളെ ഡിസ്ചാർജ്. റൂമിനകത്ത് മാസ്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുക കേട്ടോ. മൃദുലയ്ക്ക് പനിയായി, ശബ്ദമൊക്കെ പോയി. ഇതില് കുപ്പിന്ന് വന്ന ഭൂതം പോലെ പണികൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുവാണല്ലേ. അമ്പൂന് കുറഞ്ഞപ്പോ മൃദുലയ്ക്ക് Hello guys.
ഇത് കരിപ്പോട്ടി കഞ്ഞി എന്ത് പറഞ്ഞു, ചുക്ക് കാപ്പി. അമ്പു അമ്മയുടെ തോളിൽ കിടന്ന് ഉറങ്ങി. ഡിസ്ചാർജ് ആവാൻ സമയം അപ്പം അടുത്താക്കുക വയ്യ. പക്ഷെ എന്താ അവസ്ഥ. നാളെ രാവിലെ ആയിട്ട് കാണാം. നാളെ അമ്പൂട്ടന് പാസ്പോർട്ട് എടുക്കാൻ പോകണം. അപ്പം നാളെ വരാം. അങ്ങനെ നമ്മളത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തു. മൃദുലയ്ക്ക് പനിയുമായി നമ്മൾ പോകുന്നു പാസ്പോർട്ട് ഓഫീസ്. ഇന്നലെ രാത്രി പോയി നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ച് കുറവ്. ശബ്ദം ഇന്നലെ ഒട്ടുമില്ലായിരുന്നു. കാറ്റ് മാത്രമേ പുറത്തുള്ളൂ. അപ്പം അമ്മൂര് പാസ്പോർട്ടിലെ ഫോട്ടോ കൂടി എടുത്ത് എല്ലാം കൂടി ഇതായിട്ട് വന്നു കേട്ടോ. അതുപോലെ പറയായിരുന്നു ഒരു ലോട്ടറി നമുക്ക് എടുക്കാൻ അടിക്കുമെന്ന്. ഓ മുടിയൊക്കെ ഇരിക്കുന്ന നോക്ക്. പാസ്പോർട്ട് എടുത്തോണ്ട് ഉറങ്ങി അവിടെ. നിനക്ക് അഡ്മിറ്റ് മൃദുലോ ബോഡി പെയിൻ. എല്ലാരും അടപ്പിളവിരിക്കുക കേട്ടോ. ഇന്നലെ ഞാൻ കഴിച്ചെടുത്തുനിന്ന് തഞ്ചാവൂർ മീൽസ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ. കേസരി ഉണ്ട്, കേസരി. ഡിസ്ചാർജ് പോയി. ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ്ടേ? ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ രാത്രി. തീർന്നില്ല. എത്ര മണിക്കാ പോണ്ട? 7:30. ഒരു 8:30 അല്ലാതെ 9 മണി ഇറങ്ങിയാലും മതി, കുഴപ്പമില്ല. ഇന്നാണ് അച്ഛനും അമ്മയും മോനും ചുക്കായിട്ട് ഉറങ്ങി. രണ്ടുപേരും ഉറങ്ങി. എടുക്കാനാ ബാ. താല്പര്യമില്ല. ഇതൊന്ന് ഊരണം എന്റെ കൊച്ചിനെ. ഇത് ഊരിയാലും എനിക്കൊരു സമാധാനം ഉള്ളേ. എല്ലാരും ഇന്ന് നമ്മൾ പുറത്തു പോയപ്പോ എല്ലാരും കഴിക്കാൻ തോറ്റി. പാസ്പോർട്ട് എടുത്ത് പാസ്പോർട്ടിന് വരും. എല്ലാം ശരിയായി. ഇനി അമ്പൂട്ടിന് പാസ്പോർട്ട് വരും. ഒന്നും അറിയണ്ട. നമ്മക്കിനി ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും ആയില്ല. എന്നാലും എടുത്ത് വെച്ചേക്കാം. എപ്പോഴേലൊക്കെ പോയാ പറ്റി. അങ്ങനെ ദർശിത് പ്രവീണിൽ നിന്ന് പാസ്പോർട്ട് എടുത്തു. 2-3 ദിവസമായിട്ട് ഏട്ടന് കിണ്ണം മറിക്കാൻ കിട്ടിയതേ ഇല്ല. കരിപ്പോട്ടി കാപ്പി ഞാൻ കുറച്ച് കുടിച്ച്. നല്ല എരി ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി കുടിച്ചോളൂ. നല്ല മണം. പക്ഷെ നല്ല സുഖം കിട്ടും. പക്ഷെ എനിക്ക് എരി ഇത്ര വെള്ളമുണ്ട്. ഞാൻ അമ്മ പറഞ്ഞു മധുരം തോന്നുന്നുണ്ട്. മൂക്കടപ്പുണ്ട്. അബ്ബ എല്ലാവർക്കും ഉമ്മോട്. എല്ലാവരും നിനക്ക് കൂടി പ്രാർത്ഥിച്ച്. അപ്പൊ നീ ഒരു ഉമ്മ ഓടും അങ്ങോട്ട്. എല്ലാരും ഉമ്മോട്. എല്ലാരും അമ്പുവിന്റെ പണി കുറയാൻ വേണ്ടി എല്ലാരും പറഞ്ഞു കമന്റില് ഒരു ഉമ്മ കൊടുത്തേ. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോ ലാസ്റ്റ് ഡോസ് ഞങ്ങളുടെ ആന്റിബയോട്ടിക്. ഇന്നും കൂടി ആകുമ്പോ കഴിയും കേട്ടോ അമ്പുവിന്റെ ആന്റിബയോട്ടിക് കഥ. ഈ കയ്യിലെ സാധനം എടുത്ത് കളയാം. കളഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ കളയും. ഇന്നും അതിട്ട് അടിയായിരുന്നു. നേരത്തെ ഇങ്ങനെ തോടെടുക്കുമ്പോ ഈ കാർ വാങ്ങുന്ന ബ്ലോഗ് ഇങ്ങനെ ഒന്ന് കണ്ടാ മതി. ഇപ്പൊ ആന്റിബയോട്ടിക് കുരുങ്ങിയതാ. ഭയങ്കര ഞെളിയായിരുന്നു കേട്ടോ. പേടിയാ. തിരിച്ചേട്ടാ കുറച്ചുകൂടെ കഴിയട്ടെ, അത് മാന്തിക്കോളും. മറ്റേ വണ്ടിയിലാണെങ്കിൽ അവൻ കാല് വെച്ച് ഗിയർ ഇടുവായിരുന്നേ. ഇപ്പൊ ചവിട്ടി നോക്കി വീഴുന്നില്ല. ഇപ്പം കുത്തി കയറ്റുമ്പോ ഇപ്പം കുട്ടി കേടുന്നേ. അങ്ങനെ നമ്മള് ഊവാവൊക്കെ മാടി നമ്മള് വീട്ടില് വന്നു. അങ്ങനെ കയ്യിലെ ക്യാനില മാറ്റിയിട്ട് പഞ്ഞി വെച്ചു. അമ്മയ്ക്ക് മൂക്കടപ്പ് മാത്രമേ ഉള്ളൂ. അമ്മയുടെ അച്ഛനും ഇച്ചിരി മാറി. തുണി കഴുകാൻ കിടക്കുന്നത് കാണണോ? യാ മോനെ, ഒരു റൗണ്ട് കഴുകൊണ്ടിരിക്കുവല്ലേ? അയ്യോ, ഒരു കെന്റിൽ കണക്ക്. ഈ ആശുപത്രിയിലൊക്കെ തിന്ന അതാണില്ലേ? കാരണം അവന് എന്തോന്ന് അറിയത്തില്ലേ, ഫുള്ള് മാറ്റി. പിന്നെ സാനിറ്റൈസർ ഒക്കെ എടുത്ത് ഞാൻ ഇപ്പൊ തുടക്കുന്നതിലും ഡെറ്റോളൊക്കെ ഒഴിച്ച് നമ്മള് നമ്മുടെ റോബോട്ട് കുട്ടിയുടെ ക്ലീനിങ് പ്രോസസ്സിലാണ് കേട്ടോ. ക്ലീൻ ചെയ്തോണ്ടിരിക്കുക നമ്മൾ ഡെറ്റോളൊക്കെ വെച്ച്. കാരണം അമ്പൂട്ടൻ കളിക്കുന്ന ടോയ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്ത്. കാരണം ഏതിൽ നിന്നാണ് ഇനി ഇൻഫെക്റ്റഡ് ആയെന്ന് അറിയാൻ വയ്യല്ലോ പനി. അപ്പൊ എന്തായാലും എല്ലാം ഒന്ന്
നമുക്ക് എന്തെങ്കിലും പനി വരുമ്പോഴേ നമ്മൾ കെയർ ചെയ്യും. സത്യം നമ്മൾ മുമ്പേ ഇങ്ങനെ കെയർ ചെയ്യണം എപ്പോഴും. സാനിറ്റൈസർ സത്യത്തിൽ കൊറോണ വരുന്നപ്പോഴാണ് ഈ സാനിറ്റൈസർ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. പുറത്തോട്ട് സാനിറ്റൈസർ അതൊരു ഒരു ഇത് ആക്കണം. കണ്ട കറക്റ്റാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു വ്ളോഗും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പോൾ രാത്രി ക്ലീനിങ് പരിപാടിയൊക്കെയാണ്. ഞാനൊന്ന് കുളിച്ചപ്പോൾ ഒന്ന് ആശ്വാസമായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അമ്പൂട്ടിനും വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും 1000 നന്ദി സുഹൃത്തുക്കളെ. അവനെല്ലാം ഓൾറൈറ്റ് ഓക്കെ ആയി. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇനി റിപ്പീറ്റ് ചെയ്യണം. ഒന്നും കൂടി ഒന്ന് റിവ്യൂ. കാരണം നമ്മൾ ആഫ്റ്റർ കെയർ എന്നുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണം. കൂടിയത് കൊണ്ടേ കുറഞ്ഞോ സീറോ ആയോ എന്ന് അറിയണം. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണ സുഹൃത്തുക്കളെ. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള വഴി കാണുന്നവരെ ബൈ. അതുപോലെ തന്നെ അമ്പോട്ടിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പ്രേമില ഡോക്ടറിനും പിന്നെ നഴ്സുമാർക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.